കോൺഗ്രസുമായി ഇടഞ്ഞ DMK-യുമായി സഹകരണത്തിന് BJP ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബില്ലിൽ പിന്തുണയ്ക്കായി DMK-യുമായി ചർച്ചകൾ തുടങ്ങിയെന്നാണ് സൂചന. ബിൽ മാറ്റങ്ങളോടെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. തൃണമൂൽ കോൺഗ്രസ് വിമതരുടെ പിന്തുണയും ഉറപ്പാക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വീണ്ടും ബൽറാം, ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കാം തീരുമാനം? ഈ DMK ശത്രുവിന്റെ ശത്രു മിത്രം എന്നത് ജനറലായി പറയുന്നതാണെങ്കിലും ആ വിഷയത്തിലൊക്കെ DMK BJPക്ക് ക്ഷേക്കാൻ കൊടുക്കുമോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹഷ്മി സൂചിപ്പിച്ച പോലെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാറുള്ള നയം. എന്നാൽ ഈ വിഷയത്തിൽ DMK എത്രത്തോളം പിന്തുണ നൽകും എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ NDA-യുമായി നേരത്തെ സഹകരിച്ച ചരിത്രം DMK-ക്ക് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം തന്നെ അവരുടെ തീരുമാനമെടുക്കാനുള്ള നടപടികളെ സംബന്ധിച്ചും അത് നിർണായകമാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയ ഭേദഗതി ബില്ല് അത് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. പുതിയ സാഹചര്യം ആണ് ഇത്തരം ഒരു ആലോചനയിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ചിരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു. 20-ലേറെ MP-മാർ BJP-യോടൊപ്പം അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് എത്തും. തൃണമൂൽ കോൺഗ്രസ് ആയി തന്നെ NDA പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയായി മാറാനുള്ള ഒരു നീക്കത്തിലാണ്. അതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അത് 23 വരെ ആ സംഖ്യ ഉയർന്നേക്കാമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കൂടുതൽ പിന്തുണ കൂടി ആവശ്യമാണ്. അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് ആ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമാണ് BJP-യുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പ്രധാനമായും DMK തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യവുമായി ഇടഞ്ഞു നിൽക്കുന്നു. കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന DMK-ക്ക് ലോക്സഭയിൽ 22 അംഗങ്ങളുണ്ട്. ഇരു സഭകളിലുമായി 30ഓളം MP-മാരുണ്ട്. ഈ 22 ഒപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ 23 അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം നടക്കുന്നു. DMK-യുമായി ഒരു ഘട്ട ചർച്ചകൾ ആദ്യഘട്ടത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനായി ചില ഇടനിലക്കാരെ നിയോഗിച്ചു കഴിഞ്ഞതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ ഒരു സമ്മേളനത്തിൽ തന്നെ ആ ബില്ല് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്നാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും സംശയം നിലനിൽക്കുന്നത്. എന്നാൽ വലിയ ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. 2029 തെരഞ്ഞെടുപ്പുകൾ സംയുക്തമായി നടപ്പാക്കാൻ കാത്തിരുന്നതാണ്. കാര്യം DMK ആണ് ഈ വിഷയത്തിൽ ആദ്യം, ഒരുപക്ഷെ ബാക്കി ഏത് സംസ്ഥാനങ്ങളിലും ആദ്യം ആ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിയ സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നുള്ളതായിരുന്നു. അന്ന് അത് നേതൃത്വം നൽകിയ DMK ആണ്. വലിയ കറുത്ത കൊടി, കറുത്ത ഷർട്ട് എന്നാണ് വലിയ പ്രതിഷേധം ആ വിഷയത്തിൽ അറിയിച്ചതാണ്. അതിൽ തമിഴ് വികാരം, ദ്രാവിഡ വികാരം ഒക്കെ അന്ന് തമിഴ്നാട്ടുകാർ DMK പറയുകയും ചെയ്തതാണ്. അതൊക്കെ പടയെന്ന് അങ്ങ് വിഴുങ്ങി ഓക്കെ ഡൺ എന്നൊക്കെ ഒരു കോൺഗ്രസ് വിരോധത്തിൽ പോയി ചെയ്യുമോ? അതൊക്കെ അത്രയ്ക്കൊക്കെ സ്റ്റാലിനാവുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അത് നോക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.